ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദി സെക്കൻഡ് പാർട്ട് ഓഫ് ഫിഫ്ത്ത് മൊഡ്യൂൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസാണ് പഠിച്ചത്. അപ്പോൾ മെയിനായിട്ട് ഒരു കാര്യം, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി റേഷ്യോ ഇല്ലേ, ഹ്യൂമിഡിറ്റി റേഷ്യോ ഡബ്ല്യു, അതിൻ്റെ യൂണിറ്റ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്തായിരുന്നു? മാസ് ഓഫ് വാട്ടർ വേപ്പർ ബൈ മാസ് ഓഫ് ഡ്രൈ എയർ അല്ലേ. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയാം കിലോഗ്രാം പെർ കിലോഗ്രാം ഡ്രൈ എയർ എന്നാണ്. കിലോഗ്രാം പെർ കിലോഗ്രാം ഡ്രൈ എയർ എന്നാണ്. കിലോഗ്രാം ബൈ കിലോഗ്രാം എന്ന് വെച്ചാൽ യൂണിറ്റ് ഇല്ല എന്നാണ്, പക്ഷേ അത് പറയുമ്പോൾ നമ്മൾ കിലോഗ്രാം പെർ കിലോഗ്രാം ഡ്രൈ എയർ എന്ന് തന്നെ പറയാം. ഓക്കെ, ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പറയാൻ ബാക്കി വെച്ച കുറച്ച് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു തീർക്കാം. ഒന്ന് സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് ക്യൂബിക് മീറ്റേഴ്സ് ഓഫ് മോയ്സ്ചറിൻ്റെ വോളിയം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആണ്. ഒരു കിലോഗ്രാം ഡ്രൈ എയറിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര മീറ്റർ ക്യൂബ് മോയ്സ്ചർ ഉണ്ട് എന്നുള്ളതിനാണ് നമുക്ക് സ്പെസിഫിക് വോളിയം എന്ന് പറയുക. അപ്പോൾ സ്പെസിഫിക് വോളിയം എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്കറിയാം, ഡ്രൈ എയറിൻ്റെ വോളിയവും മോയ്സ്ചറിൻ്റെ വോളിയം ഒക്കെ സെയിം ആയിരിക്കും. വോളിയം സെയിം ആയിരിക്കും അല്ലേ. പാർഷ്യൽ പ്രഷറിന് മാത്രമേ വ്യത്യാസമുണ്ട്. പാർഷ്യൽ പ്രഷറിന് സമമായിരിക്കും ടോട്ടൽ പ്രഷർ. അപ്പോൾ വോളിയം എങ്ങനെ നമുക്ക് അളക്കാം? അപ്പോൾ പി എ ഈക്വൽ ടു നമുക്കറിയാം പി എ ഇൻറ്റു വി. വി എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി സ്മോൾ വി ഈക്വൽ ടു പി വി ഈക്വൽ ടു ആർ എ ടി അല്ലേ. ആർ എ ടി ടെമ്പറേച്ചറും വോളിയം സെയിം ആയിരിക്കും. പി എ ആർ എ മാത്രമേ ഡ്രൈ എയറിനും പിന്നെ അത് വേപ്പറായാലും അല്ലെങ്കിൽ മോയ്സ്ചറിൻ്റെ വോളിയം ആയാലും ഡ്രൈ എയറിൻ്റെ വോളിയം ആയാലും വാട്ടർ വേപ്പർ ആയാലും എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്ന സെയിം വോളിയത്തിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് സ്മോൾ വി സെയിം ആയിരിക്കും. അപ്പോൾ സ്മോൾ വി ഈക്വൽ ടു നമുക്ക് ആർ എ ടി ബൈ പി എന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ പി എ നമുക്ക് എന്താ, ഡ്രൈ എയർ അല്ലേ, ആർ എ ടി ബൈ ടോട്ടൽ പ്രഷർ പി ടി എന്ന് എന്ത് ചെയ്താൽ മതി, പി വി മൈനസ് ചെയ്താൽ വേപ്പർ പ്രഷർ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്പെസിഫിക് വോളിയം കാണും. സ്പെസിഫിക് വോളിയം എന്താണ്? ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ഡ്രൈ എയർ. അപ്പോൾ സ്പെസിഫിക് വോളിയം ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് ക്യൂബിക് മീറ്റേഴ്സ് ഓഫ് മോയ്സ്ചർ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ഒരു കിലോഗ്രാം ഡ്രൈ എയറിൽ ഇപ്പോൾ ഇതെന്താണ് ശരിക്കും, ഇതെന്താ ഇങ്ങനെ വന്ന് പി എ ഈക്വൽ ടു ക്യാപിറ്റൽ വി ഇൻറ്റു എം എ ആർ എ ടി എന്നല്ലേ പെർ കിലോ. അപ്പോൾ ഒരു കിലോഗ്രാം ആകുമ്പോഴാണ് ഇതെന്താകുന്നത്, സ്പെസിഫിക് വോളിയം ആവുന്നത്. അതുകൊണ്ടാണ് ഈ പി എ ഡ്രൈ എയറിൻ്റെ ഇക്വേഷൻ എടുക്കുന്നത്. വേപ്പറിൻ്റെ ഇക്വേഷൻ എടുക്കാൻ ഡ്രൈ എയറിൻ്റെ ഇക്വേഷൻ എടുക്കുന്നത് വേണ്ട, നമുക്ക് പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ കണ്ട വോളിയം എല്ലാത്തിനും സെയിം ആണ്. ഓക്കെ, ഇതിനടുത്ത ഒരു പ്രോപ്പർട്ടി അല്ല, ഒരു ഇക്വേഷൻ, ഒരു കാരിയർ ഇക്വേഷൻ എന്ന് പറയും. വെരി ഇമ്പോർട്ടൻറ്റ് കാരിയർ ഇക്വേഷൻ. ഇതൊരു എംപിരിക്കൽ റിലേഷനാണ്. എംപിരിക്കൽ റിലേഷൻ എന്ന് വെച്ചാൽ എക്സ്പെരിമെൻ്റലി കിട്ടിയതല്ല, ഇത് തിയററ്റിക്കലി ഉണ്ടാക്കിയെടുത്തൊരു റിലേഷൻ. ഇങ്ങനെ കുറേ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ഒരു അപ്രോക്സിമേറ്റ് റിലേഷൻ ഉണ്ടാക്കുന്നതാണ് എംപിരിക്കൽ റിലേഷൻ എന്ന് പറയും. നമ്മുടെ HMT-ലൊക്കെ കുറേ നെസൽ നമ്പറിനൊക്കെ കുറേ റിലേഷൻസ് പഠിച്ചില്ല, ഡാറ്റയൊക്കെ കുറേ റിലേഷൻസ് ഉണ്ടാവും. അതൊക്കെ എംപിരിക്കൽ റിലേഷൻസ് ആണ്. അപ്പോൾ കാരിയർ ഇക്വേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് പ്രഷർ അളക്കുമ്പോൾ നമുക്ക് ബാരോമീറ്റർ യൂസ് ചെയ്തിട്ട് ആകെ അളക്കാൻ പറ്റുന്ന ഒരു പ്രഷർ എന്ന് വെച്ചാൽ ടോട്ടൽ പ്രഷറാണ്. അതിൽ സെപ്പറേറ്റ് പാർഷ്യൽ പ്രഷർ അളക്കാൻ പറ്റില്ല. പി എ അളക്കാൻ പറ്റില്ല, പി ബി അളക്കാൻ പറ്റില്ല. നമുക്ക് പറ്റുന്നത് പി ടി മാത്രമാണ്. പക്ഷേ നമുക്ക് പി ബി എപ്പോഴും അറിയേണ്ട ആവശ്യമുണ്ട്. പി ബി അറിഞ്ഞാലേ നമുക്ക് ഹ്യൂമിഡിറ്റി കാണാൻ പറ്റും അല്ലേ. ഹ്യൂമിഡിറ്റി ഇക്വേഷൻ അറിയാമല്ലോ. ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ 0.622 ഹ്യൂമിഡിറ്റി റേഷ്യോ പി ബി ബൈ പി ടി മൈനസ് പി ബി അല്ലേ. അപ്പോൾ പി ബി അറിയില്ലെങ്കിൽ നമുക്ക് ഹ്യൂമിഡിറ്റി അളക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പി ബി അറിയണം. പക്ഷേ പി ടി നമുക്ക് ഡയറക്റ്റ് അളക്കാം, പക്ഷേ പി ബി നമുക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാരിയർ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാരിയർ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, പി വി ഈക്വൽ ടു പി വി ഡാഷ് മൈനസ് 1.8 പി മൈനസ് പി വി ഡാഷ് ഇൻറ്റു ടി മൈനസ് അല്ലെങ്കിൽ ടി ഡി മൈനസ് ടി ഡബ്ല്യു ബൈ
2800 minus 1.3 into 1.8T plus 32. 1.8 TD plus 32. ഇതാണ് പി വി ഈക്വൽ ടു പി വി ഡാഷ്. ഇത് ഒരു ടേമാണ്. മൈനസ് 1.8 പി മൈനസ് പി വി ഡാഷ് ടി ഡി മൈനസ് ടി ഡബ്ല്യു 2800 മൈനസ് 1.3 1.8 ടി ഡി പ്ലസ് 32. ഇതിൽ പി വി ഡാഷ് എന്ന് വെച്ചാൽ വേപ്പർ പ്രഷർ, സാച്ചുറേഷൻ വേപ്പർ പ്രഷർ കറസ്പോണ്ടിങ് ടു സാച്ചുറേഷൻ വേപ്പർ പ്രഷർ കറസ്പോണ്ടിങ് ടു വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഡബ്ല്യു വി ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേഷൻ വേപ്പർ പ്രഷർ. അതെങ്ങനെയാണ് കിട്ടുക? അത് സ്റ്റീം ടേബിളിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് അളക്കാൻ പറ്റുന്നത് ഡി വി ടിയും ഡബ്ല്യു വി ടി അളക്കാൻ പറ്റും, ടോട്ടൽ പ്രഷറും അളക്കാൻ പറ്റും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറിൻ്റെ അളക്കാൻ പറ്റും. അപ്പോൾ ഈ ഡബ്ല്യു വി ടി അളന്നാൽ ആ ഡബ്ല്യു വി ടി ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റീം ടേബിളിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ സാച്ചുറേഷൻ പ്രഷർ വേപ്പർ പ്രഷർ കിട്ടൂലേ? ആ കോളം അറിയാമല്ലോ. ഒരു ടെമ്പറേച്ചറിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേഷൻ വേപ്പർ പ്രഷർ എവിടെ നിന്ന് കിട്ടും? സ്റ്റീം ടേബിളിൽ നിന്ന് കിട്ടും. അപ്പോൾ ഡബ്ല്യു വി ടി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേഷൻ വേപ്പർ പ്രഷറാണ് പി വി ഡാഷ്. ഓക്കെ, പി വി ഡാഷ്. നമ്മൾ പി എസ് എന്ന് എടുത്തിട്ട് കഴിഞ്ഞ സെഷനിൽ പി എസ് എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡി വി ടി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേഷൻ പ്രഷറാണ്. ഓക്കെ, ഡി വി ടി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേഷൻ പ്രഷർ. ഇനി പി വി ഡാഷായി. പി എന്ന് വെച്ചാൽ ടോട്ടൽ പ്രഷറാണ്. പി എന്ന് വെച്ചാൽ ടോട്ടൽ പ്രഷർ, പി എന്ന് വെച്ചാൽ ടോട്ടൽ പ്രഷർ. പിന്നെ ഇത് ടി ഡി എന്ന് വെച്ചാൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ഡി ബി ടി ഇൻ ഡിഗ്രി സെൽഷ്യസിലാണ്, കെൽവിനല്ല. ടി ഡബ്ല്യു എന്ന് വെച്ചാൽ ഡബ്ല്യു ബി ടി ഇൻ ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? ഇത്രയും കാര്യങ്ങളല്ലേ വേണ്ടു. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് തെർമോമീറ്റർ വെച്ചിട്ട് ഇത് രണ്ടും അളക്കാം, ബാരോമീറ്റർ വെച്ചിട്ട് ഇത് അളക്കാം. ഇത് സ്റ്റീം ടേബിളിൽ നിന്ന് കിട്ടും, ഇത് പറയാം. ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ടി ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, ആ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടി? പി വി വേപ്പർ പ്രഷർ കിട്ടി. ആ വേപ്പർ പ്രഷർ കിട്ടി നിങ്ങൾക്ക് ഹ്യൂമിഡിറ്റി റേഷ്യോ കാണാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ അതിനാണ് കാരർ ഇക്വേഷൻ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബൈ ഹാർട്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. ഇത് ബൈ ഹാർട്ട് തന്നെ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് എൻതാൽപ്പിയാണ്. എൻതാൽപ്പി ഓഫ് ഹ്യൂമിഡ് എയർ, എൻതാൽപ്പി ഓഫ് മോയ്സ്ചർ. എൻതാൽപ്പി ഓഫ് മോയ്സ്ചർ എന്ന് വെച്ചാൽ എന്താ? എൻതാൽപ്പി അറിയാമല്ലോ നമുക്ക്. എൻതാൽപ്പി സിമ്പിളായിട്ട് നമുക്ക് സി പി ഡി ടി എന്നല്ലേ, സി പി ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് എന്നല്ലേ സ്പെസിഫിക് എൻതാൽപ്പി എഴുതാം. അപ്പോൾ നമുക്കിപ്പോൾ മോയ്സ്ചർ എന്ന് വെച്ചാൽ എന്താ? മോയ്സ്ചർ എന്ന് വെച്ചാൽ ഈസ് ഈക്വൽ ടു എന്താ? വാട്ടർ വേപ്പർ പ്ലസ് ഡ്രൈ എയർ അല്ലേ? വാട്ടർ വേപ്പർ പ്ലസ് ഡ്രൈ എയർ അല്ലേ? അപ്പോൾ രണ്ടിൻ്റെ എൻതാൽപ്പി എന്ത് ചെയ്യണം? ആഡ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ നമ്മൾ എൻതാൽപ്പി ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് മോയ്സ്ചറിൻ്റെ എൻതാൽപ്പി എന്ന് വെച്ചാൽ എൻതാൽപ്പി ഓഫ് ഡ്രൈ എയർ പ്ലസ് എന്താ? പ്ലസ് ദി എൻതാൽപ്പി ഓഫ് വാട്ടർ വേപ്പർ അസോസിയേറ്റഡ് വിത്ത് ഡ്രൈ എയർ. അപ്പോൾ 1 കിലോഗ്രാം ഡ്രൈ എയറിന് അസോസിയേറ്റഡ് വിത്ത് ഡ്രൈ എയർ. അപ്പോൾ നമ്മൾ എൻതാൽപ്പി സ്പെസിഫിക് എൻതാൽപ്പി പറയുമ്പോൾ 1 കിലോഗ്രാം ഡ്രൈ എയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി പ്ലസ് ആ 1 കിലോഗ്രാം ഡ്രൈ എയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ വേപ്പറിൻ്റെ എൻതാൽപ്പി ആഡ് ചെയ്യണം. അപ്പോൾ അത് 2 ടേം വരും അല്ലേ? അപ്പോൾ നമുക്ക് ഡ്രൈ എയറിൻ്റെ എൻതാൽപ്പി എച്ച് എന്ന് കിട്ടാൻ, എച്ച് എന്ന് വെച്ചാൽ സി പി എ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ടി ഡി എന്ന് കിട്ടാൽ മതി. ടി ഡി വെച്ചാൽ ഡിഗ്രി സെൽഷ്യസ്, ടി ഡി വെച്ചാൽ ഡി ബി ടി ഇൻ ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്മോൾ ടി ഇട്ടാൽ അതിപ്പോഴും ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ആണ്. സി പി എന്ന് വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് എപ്പോഴും 1.005 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. ഓക്കെ, അതേപോലെ ഇനി എച്ച് വി എന്ന് വെച്ചാൽ വാട്ടർ വേപ്പറിൻ്റെ എൻതാൽപ്പി വെച്ചാൽ എന്താണ്? ഒരു
enthalpy of water vapor associated with 1 kilogram corresponding to 1 kilogram dry air ആണ്. corresponding to 1 kilogram dry air ആണ്. അപ്പോൾ എച്ച് വി എന്ന് വെച്ചാൽ നമുക്കറിയാം സി പി നമ്മൾ സൂപ്പറേറ്റഡ് ആയിരിക്കുമല്ലോ, വേപ്പർ സൂപ്പറേറ്റഡ് ഫോമിലല്ലേ, വേപ്പർ ഫോമിലല്ലേ. അപ്പോൾ CPS സൂപ്പറേറ്റഡ് ഫോം ഇൻറ്റു എന്താ നമുക്ക് TD മൈനസ് TDP എന്നാണ് വരിക. കാരണം എന്താ, വേപ്പർ ഫോം ഉണ്ടാവുന്നത് ഇതാണ് ഒരു TS ഡയഗ്രാം എങ്കിൽ നമ്മൾ വാട്ടർ വേപ്പർ ഫോം ആവുന്നത് ഈ ഏരിയയിലല്ലേ, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ വേപ്പർ ഫോമിലുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ പിന്നെ നമ്മളെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് ഏതായിരിക്കും, ഈ ഒരു ഹീറ്റ് ആയിരിക്കും അല്ലേ. ഈ ഒരു ഹീറ്റല്ല, ഇവിടുന്ന് ഇത്ര ഹീറ്റ്, 0 ഇവിടത്തേക്ക് എത്താനുള്ള ഹീറ്റ്. ഓക്കെ, ഈ ക്വസ്റ്റൻ ഇത് PV ഈക്വൽ ടു PV ഡാഷ് മൈനസ് 1.8 PT മൈനസ് PV ഡാഷ് TD മൈനസ് TW ബൈ 2800 മൈനസ് 1.3 1.8 TD പ്ലസ് 32 ആണ്. ഇതിൽ PV ഡാഷ് എന്താ, സാച്ചുറേഷൻ പ്രഷർ കറസ്പോണ്ടിങ് ടു WBT. ഈ WBT നമുക്ക് ഇവിടെ ഈ ഇക്വേഷനിൽ നമുക്ക് TD എന്ന് വെച്ചാൽ DBT ഇൻ ഡിഗ്രി സെൽഷ്യസ്, TW എന്ന് വെച്ചാൽ WBT ഇൻ ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്മോൾ t വന്നാലെല്ലാം ഡിഗ്രി സെൽഷ്യസ്. ഇതും DBT ഇൻ ഡിഗ്രി സെൽഷ്യസ്. ഇതെന്ന് വെച്ചാൽ ബാരോമെട്രിക് പ്രഷർ, നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബാരോമെട്രി യൂസ് ചെയ്തിട്ട് കിട്ടുന്നത് ടോട്ടൽ പ്രഷറാണ്. അപ്പോൾ ഈ ടോട്ടൽ പ്രഷർ നമുക്ക് കിട്ടും, PAയും PVയും സെപ്പറേറ്റ് ആയിട്ട് കിട്ടൂല. ഇതെന്താണ് PV ഡാഷ് എന്ന് വെച്ചാൽ സാച്ചുറേഷൻ വേപ്പർ പ്രഷർ കറസ്പോണ്ടിങ് ടു WBT. അപ്പോൾ നമ്മൾ അളന്ന WBT ഉണ്ട്, തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട് അതിനൊരു വെറ്റ് വെച്ച് അളന്നാൽ WBT, ആ WBTക്ക് ഒരു 25 ഡിഗ്രി സെൽഷ്യസ് കിട്ടിയാൽ 25 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാം, PV ഡാഷ് കാണാം. PV ഡാഷ് എന്ന് വെച്ചാൽ സ്റ്റീം ടേബിളിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന സാച്ചുറേഷൻ പ്രഷർ ഉണ്ടല്ലോ, ഒരു ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സാച്ചുറേഷൻ പ്രഷർ കിട്ടും. എവിടുന്ന് കിട്ടും, സ്റ്റീം ടേബിളിൽ നിന്ന് കിട്ടും. ആ സ്റ്റീം ടേബിളിൽ നിന്ന് കിട്ടുന്ന സാച്ചുറേഷൻ പ്രഷറാണ് PV ഡാഷ്. ഓക്കെ, അപ്പോൾ ആ PV ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, PV കിട്ടി. അപ്പോൾ നമുക്ക് PV കിട്ടിയാൽ എന്ത് കിട്ടി, PV കിട്ടിയാൽ നമുക്ക് ഹ്യൂമിഡിറ്റി റേഷ്യോ കിട്ടും. ഹ്യൂമിഡിറ്റി റേഷ്യോ W, കാരണം W ഈക്വൽ ടു 0.622 PV ബൈ PT മൈനസ് PV ആണ്. ഓക്കെ, അതായിട്ട് ഹ്യൂമിഡിറ്റി റേഷ്യോ കിട്ടി. പിന്നെ ബാക്കി നമുക്ക് വേണ്ടുന്ന ടേംസൊക്കെ ഇതൊക്കെ W കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻതാൽപ്പിയൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനാണ് ഈ കാരർ ഇക്വേഷൻ. ഈ കാരർ ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്തേ പറ്റും, അല്ലെങ്കിൽ ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷനാണ്. ഇതൊരു എംപിരിക്കൽ റിലേഷനാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. ഇത് യൂസ് ചെയ്യാണ്ട് നമുക്ക് പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻതാൽപ്പി ഓഫ് മോയ്സ്ചർ. അപ്പോൾ ഈ മോയ്സ്ചർ എന്ന് വെച്ചാൽ സം ഓഫ് എന്താണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വാട്ടർ വേപ്പർ ആൻഡ് ഡ്രൈ എയർ. രണ്ടും ഉണ്ട് അല്ലേ, വാട്ടർ വേപ്പറും ഉണ്ട് ഡ്രൈ എയറും ഉണ്ട്. അപ്പോൾ നമുക്ക് എൻതാൽപ്പി ഓഫ് ഡ്രൈ എയർ പ്ലസ് എൻതാൽപ്പി ഓഫ് വാട്ടർ വേപ്പർ അസോസിയേറ്റഡ് വിത്ത് ഡ്രൈ എയറുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള വാട്ടർ വേപ്പറിൻ്റെ എൻതാൽപ്പിയും ഡ്രൈ എയറിൻ്റെ എൻതാൽപ്പിയുടെ സമ്മായിരിക്കും ടോട്ടൽ എൻതാൽപ്പി ഓഫ് മോയ്സ്ചർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എൻതാൽപ്പി ഓഫ് ഡ്രൈ എയർ HA ആണെങ്കിൽ അതിന് നമുക്ക് CPA ഇൻറ്റു TD ചെയ്താൽ മതി. TD എന്ന് വെച്ചാൽ ഡിഗ്രി സെൽഷ്യസിലെ അല്ലേ, ശരിക്കും TD മൈനസ് 0 ആണ്. 0 TDയിലേക്ക് എത്താനില്ലേ, TD കിട്ടാൽ മതി. അപ്പോൾ CPA ഇൻറ്റു TD. അപ്പോൾ CPA നമുക്കറിയാം 1.005 ആണ്, TD DBT ഇൻ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി HV എന്ന് വെച്ചാൽ എന്താ, കറസ്പോണ്ടിങ് ടു 1 കിലോഗ്രാം ഡ്രൈ എയറിന് വാട്ടർ വേപ്പറിൻ്റെ എന്ത് മോയ്സ്ചറാണ്. അപ്പോൾ 1 കിലോഗ്രാം ഡ്രൈ എയറിന് വെച്ചാൽ 1 കിലോഗ്രാം ഡ്രൈ എയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ വേപ്പർ കാണണമെങ്കിൽ 1 കിലോഗ്രാം ഡ്രൈ എയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ വേപ്പറിൻ്റെ എൻതാൽപ്പിയാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ MB ടോട്ടൽ എൻതാൽപ്പി നമുക്ക് സ്പെസിഫിക് എൻതാൽപ്പി, ടോട്ടൽ എൻതാൽപ്പി HV ഈക്വൽ ടു MV ഇൻറ്റു എന്ത് ചെയ്താൽ മതി, HV ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഇൻറ്റു W ചെയ്താൽ മതി. അപ്പോൾ എന്തായി,
പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡ്രൈ എയർ കൊണ്ട് ഇവിടെ 1 കിലോഗ്രാം ഡ്രൈ എയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിലോഗ്രാം, അല്ലെങ്കിൽ ഇവിടെ എന്ത് എം എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എം എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇപ്പുറം എം എ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എം എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായി? WI അല്ലേ? W/HV ചെയ്താൽ മതി. W/HV ചെയ്താൽ കിട്ടുന്നത് നമുക്ക് എൻതാൽപ്പി ഓഫ് വാട്ടർ വേപ്പർ കറസ്പോണ്ടിങ് ടു 1 കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആയി. അപ്പോൾ നമുക്ക് W കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി HV എന്താണെന്ന് നോക്കാം. ഈ HV എന്ന് പറയുന്നത് നോക്കാം, ഇവിടെ നമുക്കറിയാം സൂപ്പറേറ്റഡ് ഫോം. ഈ വേപ്പർ എന്ന് വെച്ചാൽ സൂപ്പറേറ്റഡ്, ഇവിടെ സാച്ചുറേറ്റഡ് ഇവിടെ ഈ ഡോമിൻ്റെ ഈ കർവിലേക്കും വേപ്പർ ആവുന്നുള്ളൂ. ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് വേപ്പറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ സൂപ്പറേറ്റഡ് ഫോം ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ TD ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടുത്തെ കൂൾ ചെയ്ത് ഈ ടെമ്പറേച്ചർ എന്തായിരിക്കും? ഈ ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്നത് TDP എന്നല്ലേ, ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. നമുക്ക് ഇവിടെയുള്ള എൻതാൽപ്പിയാണ് വേണ്ടത്. ഇവിടെയുള്ള എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, ഇവിടെയുള്ള എൻതാൽപ്പി ഒരു H എന്ന് നോക്കാം. HV ഇതാണ് നമ്മുടെ ടോട്ടൽ എൻതാൽപ്പി, വേപ്പറിൻ്റെ ടോട്ടൽ എൻതാൽപ്പി. അപ്പോൾ ഇവിടെയുള്ള എൻതാൽപ്പി HG ആണെങ്കിൽ ഈ HG പ്ലസ് ഈ സെൻസിബിൾ ഹീറ്റ് എന്ന് വെച്ചാൽ CPS സൂപ്പറേറ്റഡ് ഫോമിലുള്ള CP ഇൻറ്റു TD മൈനസ് TDP ചെയ്താൽ എന്ത് കിട്ടി? ഇവിടെയുള്ള എൻതാൽപ്പി പ്ലസ് ഈ എൻതാൽപ്പി ചെയ്താൽ ഇവിടെയുള്ള എൻതാൽപ്പി HV കിട്ടിയില്ലേ? അപ്പോൾ HV നമുക്ക് എന്ത് ചെയ്താൽ മതി? HG പ്ലസ് CPS ഇൻറ്റു TD മൈനസ് TDP ചെയ്താൽ പോരെ? CPS ഇൻറ്റു TD മൈനസ് TDP. അപ്പോൾ W നമുക്ക് ഒരു W കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണം, WHV. എന്നാലേ നമുക്ക് പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയറോ. അപ്പോൾ H HA ഇൻറ്റു W ഇൻറ്റു HV. അപ്പോൾ W/HV എന്ന് വെച്ചാൽ HG പ്ലസ് CPS TD മൈനസ് TDP. ഈ HG നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. HG എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളത് HF അല്ലേ, ഇത് HF, ഇത് HG. ഇതെന്താണ്? ഈ ഡിഫറൻസ് HFG ആണ്. HG എന്ന് വെച്ചാൽ എന്താ? HF കറസ്പോണ്ടിങ് ടു ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ പ്ലസ് HFG കറസ്പോണ്ടിങ് ടു ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഇത് രണ്ടും ആഡ് ചെയ്താൽ എന്ത് കിട്ടി? HG കിട്ടി. ഇവിടെയുള്ള ഈ എൻതാൽപ്പി പ്ലസ് ഈ ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, അതായത് HFG ആഡ് ചെയ്താൽ HG കിട്ടി അല്ലേ? ഒന്നുകൂടെ HG എന്താണ്? HF പ്ലസ് HFG അല്ലേ? സാധാരണ അങ്ങനെയല്ല എഴുതില്ലേ നമ്മൾ. അപ്പോൾ ഇത് കറസ്പോണ്ടിങ് ടു ഏത് ടെമ്പറേച്ചറാണ്? ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് ഇങ്ങനെ എഴുതി. അപ്പോൾ ഞാനിതിന് HGക്ക് പകരം HFDP പ്ലസ് HFGDP പ്ലസ് CPS TD മൈനസ് TDP എന്ന് എഴുതി. ഓക്കെ, ഇനി അതൊന്ന് നമ്മൾ സാധാരണ HF എന്ന് വെച്ചാൽ എന്താ? HFDP എന്ന് വെച്ചാൽ ഇവിടം വരെയില്ലേ, ഇവിടുന്ന് 0 ഇവിടം വരെയില്ലേ എൻതാൽപ്പി, അതായത് 0. അപ്പോൾ ഇത് എന്താ? ലിക്വിഡ് ഫോമിലല്ലേ? ഇവിടുന്ന് ഇത് ലിക്വിഡ് ഫോമിലല്ലേ ഉണ്ടാവുക ഈ. അപ്പം ലിക്വിഡ് ഫോമിൽ വാട്ടറിൻ്റെ ഇതെന്താണ്? CP. അപ്പോൾ HFDP എന്ന് വെച്ചാൽ CP വാട്ടർ ഇൻറ്റു TDP മൈനസ് 0. അപ്പോൾ അത് 4.2 ആണ്. 4.2 TDP ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. H CPA TD പ്ലസ് 4.2 W TDP പ്ലസ് എന്ത്? ഒരു WHFGDP പ്ലസ് WCPSTD മൈനസ് WCPSTDP. അപ്പോൾ ഈ TD വരുന്ന 2 ടേം ഉണ്ട്. ഇത് പ്ലസ് ആണ്,
പ്ലസ് ഇത് പ്ലസ് ടി ഡി വരുന്ന 2 ടേം, ഇതൊരു ടി ഡി വരുന്ന ടേം, ഇത് വേറൊരു ടി ഡി വരുന്നത്. അപ്പോൾ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ H ഈക്വൽ ടു സി പി എ പ്ലസ് ഡബ്ല്യു സി പി എസ് ഇൻറ്റു ടി ഡി, അതൊരു ടേം. അതവിടെ വെച്ചിട്ട് ബാക്കി ഡബ്ല്യു എല്ലാം ഞാൻ കോമൺ എടുത്തിട്ട് ഡബ്ല്യു ഇൻറ്റു HFGDP ഉണ്ട് പ്ലസ് ഒരു ടി ഡി പി വരുന്ന 2 ടേം ഉണ്ട്. ടി ഡി പി ഈക്വൽ ടു 4.2 മൈനസ് അല്ലേ, ഒരു 4.2 വരുന്ന ഒരു ടി ഡി പി ഉണ്ട്. പിന്നെ എന്താ ഒരു മൈനസ് സി പി എസ് വരുന്ന ടി ഡി പി ഉണ്ട്. സി പി എസ് 1.2 ആണ്. സി പി എസ് 1.9 ആണ്. 1.9 ആണ് സി പി എസിൻ്റെ വാല്യൂ. സൂപ്പറേറ്റർ ഫോമിൽ 1.9 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഓക്കെ, അപ്പം ഇങ്ങനെ മാറ്റി. അപ്പോൾ H ഈക്വൽ ടു എന്തായി ഫൈനലി സി പി എ പ്ലസ് ഡബ്ല്യു സി പി എസ് ടി ഡി പ്ലസ് എന്താണ് ഡബ്ല്യു ഇൻറ്റു HFGDP പ്ലസ് 4.2 മൈനസ് 1.9 2.3 ടി ഡി പി ആണ്. 2.3 ടി ഡി പി. അപ്പം ഇതാണ് എന്തെന്ന് എൻതാൽപ്പി ഇക്വേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വേണം, ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ വേണം, HFGDP അതായത് ആ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ഇത് സ്റ്റീം ടേബിളിൽ നിന്ന് കിട്ടും. സി പി എ വേണം, സി പി എസ് വേണം. സി പി എയുടെയും സി പി എസിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം. പക്ഷേ നമ്മളൊരു ടേം ഡിഫൈൻ ചെയ്യുന്നു. വെച്ചാൽ സി പി എ പ്ലസ് ഡബ്ല്യു സി പി എസ് ഈസ് കോൾഡ് ആസ് ഹ്യൂമിഡ് സ്പെസിഫിക് ഹീറ്റ്. ഇത് ഡ്രൈ എയറിൻ്റെ സ്പെസിഫിക് ഹീറ്റും സൂപ്പർ ഹീറ്റഡ് സ്പെസിഫിക് ഹീറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ ഹ്യൂമിഡ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയും. ഹ്യൂമിഡ് സ്പെസിഫിക് ഹീറ്റ് നോൺ ആസ് സി പി എം. ഇറ്റ് ഈസ് ദി സ്പെസിഫിക് ഹീറ്റ് ഓഫ് heat capacity of moisture per kilogram of that is 1 plus W kilogram per kilogram of dry air. അപ്പോൾ അതാണ്. അപ്പോൾ സി പി എമ്മിൻ്റെ വാല്യൂ നമ്മൾ അപ്രോക്സിമേറ്റ് എപ്പോഴും എടുക്കുക 1.022 ആണ്. 1.022 ഇത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ H ഈക്വൽ ടു നമുക്ക് 1.022 ടി ഡി പ്ലസ് എന്താ പ്ലസ് ഡബ്ല്യു HFGDP പ്ലസ് 2.3 ടി ഡി പി ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസ്, ഇപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. ഈ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ കാണുന്നത് ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ടാവും, ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ അങ്ങനെ എടുത്ത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കാണും? ഒരു അപ്രോക്സിമേറ്റ് മെത്തേഡ് ടു ഫൈൻഡ് എൻതാൽപ്പി. എൻതാൽപ്പി ഓഫ് മോയ്സ്ചർ എന്ന് വെച്ചാൽ H ഈക്വൽ ടു 1.005, ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ, 1.005 ടി ഡി പ്ലസ് ഡബ്ല്യു ഇൻറ്റു 2500 പ്ലസ് 2500 പ്ലസ് 1.9 ടി ഡി കിലോ ജൂൾ പെർ കിലോഗ്രാം. ഇതാണ് കിലോഗ്രാം ഡ്രൈ എയർ ആണ്. ഇതാണ് നമ്മളെ എൻതാൽപ്പി. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ. ഇതിൽ ടി ഡി മാത്രമേ ഉള്ളൂ, ടി ഡി പി ഇല്ല. മനസ്സിലായോ? ഇത് 1.005 ആണ്, പക്ഷേ ഇവിടെ 1.022 ആണ്. വ്യത്യാസമുണ്ട്. ഇത് രണ്ട് ചെയ്താലും നിങ്ങൾക്ക് ഇത് ചെയ്താലും കിട്ടുന്ന ആൻസർ ഒന്നായിരിക്കും. ഇതെങ്ങനെ എന്നു നിങ്ങൾ അറിയണ്ട. ഇതൊരു അപ്രോക്സിമേറ്റ് റിലേഷനാണ്, ഒരു എംപിരിക്കൽ റിലേഷനാണ്. ഇത് ചെയ്താൽ അത് ചെയ്താലും കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. നിങ്ങൾ എപ്പോഴും പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ടത് ഇതാണ്. പക്ഷേ നിങ്ങൾ ഒരു ഡെറിവേഷൻ ചോദിച്ചാൽ എൻതാൽപ്പി മോയ്സ്ചറിൻ്റെ എൻതാൽപ്പി എങ്ങനെയാണ്, എക്സ്പ്രഷൻ എന്താണെന്ന് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. ഇതിലേക്ക് ഡിറൈവ് ചെയ്യണം. പക്ഷേ ഇതാണ് നിങ്ങൾ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. കാരണം ഇതിലെന്താ ടി ഡി മാത്രമേ ഉള്ളൂ, ടി ഡി പി ഇല്ല. മനസ്സിലായോ? ഓക്കെ, ഇനി ഒരു ഇതും കൂടെ, ഒരു
ടേം കൂടെ പഠിച്ചിട്ട് നമുക്ക് നിർത്താം. തെർമോഡൈനാമിക് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, തെർമോഡൈനാമിക് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഓർ അഡിയബാറ്റിക് സാച്ചുറേഷൻ ടെമ്പറേച്ചർ. ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് അഡിയബാറ്റിക് സാച്ചുറേഷൻ ടെമ്പറേച്ചർ. രണ്ടും സെയിം ആണ്. അഡിയബാറ്റിക് സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക് വെറും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അല്ല, തെർമോഡൈനാമിക് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നോക്ക്, ഞാൻ ഒരു അഡിയബാറ്റിക് സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് the air can be brought to saturation state. സാച്ചുറേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ മോയ്സ്ചർ, അതായത് വാട്ടർ വേപ്പറിൻ്റെ കണ്ടന്റ് മാക്സിമം ആകുന്ന സ്റ്റേറ്റ്. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണോ കംപ്ലീറ്റ് ചെയ്ത് പറയാം. Adiabatically by evaporation of water to flowing air. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണോ ഒരു അൺസാച്ചുറേറ്റഡ് ആയ ഒരു എയറിനെ നമ്മൾ സാച്ചുറേഷൻ സ്റ്റേറ്റിലേക്ക് അഡിയബാറ്റിക്കലി കൊണ്ടുവരുന്നത്, എങ്ങനെ? വാട്ടർ വേപ്പർ ഇവാപ്പറേറ്റ് ചെയ്ത് വിട്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലോയിങ് എയർ ഉണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് അല്ല, ഇതിൽ സം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഉണ്ട്. ഇതിലേക്ക് ഞാൻ വാട്ടർ വേപ്പർ MV ഇവാപ്പറേറ്റ് ചെയ്ത് കയറ്റി കഴിഞ്ഞിട്ട് ഇവിടെ സാച്ചുറേറ്റഡ് ഫോമിലേക്ക് എത്തുന്നു. ഈ ടോട്ടൽ ഇതിലേക്ക് Q0 ആണ്, അഡിയബാറ്റിക് Q0 ആണ്. അപ്പോൾ ഇത് ഏത് ടെമ്പറേച്ചർ, ഇത് നടക്കുന്ന ടെമ്പറേച്ചർ ഏതാണ്, അല്ലെങ്കിൽ ഇത് ഏത് ടെമ്പറേച്ചറിലാണ് സാച്ചുറേറ്റഡ്, അതായത് ഈ ടെമ്പറേച്ചർ ആ സാച്ചുറേറ്റഡ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ MV ഇവാപ്പറേറ്റ് ചെയ്ത് കയറ്റുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ കുറയില്ലേ? കാരണം ഇവാപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹീറ്റ് അബ്സോർവ് ചെയ്തിട്ടാണ്, ഇതിൻ്റെ അകത്തുനിന്ന് ഹീറ്റ് അബ്സോർവ് ചെയ്തിട്ടാണ്. അപ്പോൾ വാട്ടർ വേപ്പർ എന്ത് ചെയ്യും? വാട്ടർ വേപ്പർ എയറിന്ന് ഹീറ്റ് അബ്സോർവ് ചെയ്യും. അപ്പോൾ എയർ കുറച്ച് കൂളാവും. അപ്പോൾ ആ എയർ കൂളായിട്ട് എത്തുന്ന ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേഷൻ, അഡിയബാറ്റിക് സാച്ചുറേഷൻ ടെമ്പറേച്ചർ. അത് കുറച്ചും കൂടെ ക്ലിയർ ആക്കാം. അത് ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്, അഡിയബാറ്റിക് സാച്ചുറേറ്റർ എന്ന് പറയും. അപ്പോൾ ആ എക്യുപ്മെൻറ്റ് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇതൊന്ന് നോക്കാം. ഇതാണ് ഒരു അഡിയബാറ്റിക് സാച്ചുറേഷൻ ചെയ്യുന്ന ഒരു ചേമ്പർ. ഇതൊരു ഇൻസുലേറ്റഡ് ചേമ്പറാണ് കേട്ടോ. ഇൻസുലേറ്റഡ് ചേമ്പർ ആകുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്തായിരിക്കും? 0 ആയിക്കണ്ട. ഇതെല്ലാം ഡാഷ് ഇട്ട് കണ്ട നോ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഇതിലൊരു അൺസാച്ചുറേറ്റഡ് എയർ ഞാൻ ഇതിലേക്ക് പാസ് ചെയ്യുന്നു. സെക്ഷൻ 1 അൺസാച്ചുറേറ്റഡ് എയർ ഈ സെക്ഷൻ 1 കറസ്പോണ്ടിങ് ആയിട്ട് എന്തായാലും H1, ഹ്യൂമിഡിറ്റി റേഷ്യോ W1, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ TD1. ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വാട്ടർ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ എയർ ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വാട്ടറിന് ഇത് സാച്ചുറേറ്റഡ് അല്ലാത്തതുകൊണ്ട്, അതായത് ഇതിൽ ഇനിയും വാട്ടർ വേപ്പർ കണ്ടൻറ്റ് അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ കൂടുതൽ വാട്ടർ വേപ്പർ അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് അർത്ഥം. സാച്ചുറേറ്റഡ് ആവുന്നവരെ അത് അബ്സോർവ് ചെയ്യും. അപ്പോൾ വാട്ടർ ഇപ്പോൾ ഇവിടെ അല്ലേ കോൺസെൻട്രേഷൻ കൂടുതൽ. അപ്പോൾ ഇവിടെ വാട്ടർ വേപ്പറിൻ്റെ കോൺസെൻട്രേഷൻ കുറവായതുകൊണ്ട് ഈ വാട്ടർ വേപ്പർ എന്തായാലും മുകളിലേക്ക് പോകും. അത് വേപ്പർ ഫോമിലായിട്ട് ആവിയായിട്ട് നേരെ അൺസാച്ചുറേറ്റഡ് എയറിലേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇത് ഇങ്ങനെ പോകണമെങ്കിൽ വാട്ടർ വേപ്പർ ഇവാപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഹീറ്റ് വേണം അല്ലേ? ഹീറ്റ് വേണമെങ്കിൽ അത് ഹീറ്റ് കിടന്ന് അബ്സോർവ് ചെയ്യുന്നത്. ഇവിടെ ഇല്ല, എയറിന്ന് ഹീറ്റ് അബ്സോർവ് ചെയ്യും. പുറത്തുനിന്നൊന്നും ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ഇത് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ പുറത്തേക്ക് ഒന്നുമില്ല. അത് Q0 ആണ്, അഡിയബാറ്റിക് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ഹീറ്റ് അബ്സോർവ് ചെയ്യും. എവിടുന്ന്? എയറിന്ന് ഹീറ്റ് അബ്സോർവ് ചെയ്താൽ എയറിന്ന് ഹീറ്റ് അബ്സോർവ് ചെയ്ത് എയർ കൂളാവും, വാട്ടർ വേപ്പർ ആവും. ഈ വാട്ടർ വേപ്പർ ഇവിടെ എത്തുമ്പോൾ സാച്ചുറേറ്റഡ് ആവും. അപ്പോൾ അതിൻ്റെ എൻതാൽപ്പി മാറും, W2 മാറും. W2 കൂടും, ഹ്യൂമിഡിറ്റി റേഷ്യോ കൂടും, എൻതാൽപ്പിയും കുറച്ച് കൂടും. എൻതാൽപ്പി കൂടുമോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. TW കുറയും, ടെമ്പറേച്ചർ കുറയും അല്ലേ? ടെമ്പറേച്ചർ എന്തുകൊണ്ടാണ് കുറയുന്നത്? കാരണം ഹീറ്റ് ഇവിടത്തേക്ക് അബ്സോർവ് ആയി. എയർ ഹീറ്റ് വാട്ടറിന് കൊടുത്തു. ആ കൊടുത്ത ഹീറ്റ് വെച്ചിട്ടാണ് വാട്ടർ വേപ്പർ ആവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കുറയും. ആ കുറഞ്ഞ ടെമ്പറേച്ചറിനെയാണ് TW എന്ന് വിളിക്കുന്നത്. ആ TW ആണ് അഡിയബാറ്റിക് സാച്ചുറേഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ
തെർമോഡൈനാമിക് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് വിളിക്കും. തെർമോഡൈനാമിക് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് വിളിക്കും. അപ്പോൾ ഈ സാച്ചുറേറ്റഡ് എയർ ആയിക്കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ നമുക്ക് TW എന്ന് വിളിക്കാം. നമ്മൾ ഇവിടുന്ന് ഈ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മൾ മേക്കപ്പ് വാട്ടർ, ഈ വാട്ടർ വേപ്പർ വാട്ടറിൻ്റെ ലെവൽ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതിൽ വാട്ടർ സപ്ലൈ ചെയ്തുകൊണ്ടുണ്ടാവും. ആ വാട്ടർ സപ്ലൈ ചെയ്യുന്ന എമൗണ്ട് വെച്ചാൽ W2 മൈനസ് W2 മൈനസ് W1 ആണ്. ആ ഡിഫറൻസ് ആണ്. പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും TW ആയിരിക്കും. ഈ ടെമ്പറേച്ചറിൽ തന്നെ അത് സപ്ലൈ ചെയ്യണം. HFW ആയിരിക്കും അതിൻ്റെ എൻതാൽപ്പി. ഓക്കെ, അപ്പോൾ ആ ടെമ്പറേച്ചറിനാണ് ദ എക്യുപ്മെൻറ്റ് യൂസ് ഫോർ ദ അഡിയബാറ്റിക് സാച്ചുറേഷൻ ഓഫ് എയർ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? ഒരു ഇൻസുലേറ്റഡ് ചേംബർ, അഡ്വക്കേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അതിലുണ്ടാവും. ദർ ഈസ് ഓൾസോ അറേഞ്ച് ഫോർ എക്സ്ട്രാ വാട്ടർ ഓർ മേക്കപ്പ് വാട്ടർ. അപ്പോൾ ഈ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് സ്റ്റഡി സ്റ്റേറ്റ് എത്തുമ്പോൾ എന്തായിരിക്കും? ഈ സ്റ്റഡി സ്റ്റേറ്റ് എത്തുമ്പോൾ എന്തായിരിക്കും? എയർ ഫ്ലോയിങ് അറ്റ് സെക്ഷൻ സാച്ചുറേറ്റഡ് വിത്ത് സാച്ചുറേറ്റഡ്. ഇത് ആദ്യം ആയിരിക്കില്ല, ഇതൊരു സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്തുന്നവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എയർ ഫ്ലോ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിന്നാൽ എന്ത് പറ്റും? ഈ സെക്ഷൻ 2 അത് സാച്ചുറേറ്റഡ് വേപ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ ടെമ്പറേച്ചർ ഓഫ് ദ സാച്ചുറേറ്റഡ് എയർ അറ്റ് സെക്ഷൻ 2 ആണ് എന്ത്? ടെമ്പറേച്ചർ ഓഫ് സാച്ചുറേറ്റഡ് എയർ അറ്റ് സെക്ഷൻ 2 ഈസ് നോൺ ആസ് thermodynamic WBT or adiabatic saturation temperature. ഓക്കെ, ഞാനത് TS ഡയഗ്രാമിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ സെക്ഷൻ 1 അൺസാച്ചുറേറ്റഡ് കണ്ടീഷൻ ഇവിടെ ആയിരിക്കും. അപ്പോൾ ഈ ടെമ്പറേച്ചർ എന്താണ്? ഈ ടെമ്പറേച്ചറാണ് എന്ത്? ഈ ടെമ്പറേച്ചർ TD1 അല്ലേ? ഇനി ഇവിടുന്ന് സാധാരണ നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷർ കൂളിംഗ് ആണെങ്കിൽ, ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് പ്രഷർ കൂളിംഗ് ആയിരുന്നെങ്കിൽ ഈ ടെമ്പറേച്ചർ എന്തായിരിക്കും? TDP ആയിരിക്കും. TDP കറസ്പോണ്ടിങ് ടു 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള TDP1. പക്ഷെ നമ്മൾ ഇത് കോൺസ്റ്റൻറ്റ് പ്രഷർ P ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് പ്രഷർ കൂളിംഗ്. ഓക്കെ, പക്ഷെ അഡിയബാറ്റിക് സാച്ചുറേഷൻ പ്രോസസ്സാണെങ്കിൽ നമ്മൾ ഇവിടെ ഇത് അഡിയബാറ്റിക് സാച്ചുറേഷൻ പ്രോസസ്സ്, അതായത് ഈ പ്രോസസ്സാണ് ചെയ്യുന്നത്. ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രഷറല്ല, ഇവിടെ നമ്മൾ അഡിയബാറ്റിക്, അതായത് Q0 ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു? പിന്നെ വാട്ടർ വേപ്പർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. അഡിയബാറ്റിക് സാച്ചുറേഷൻ പ്രോസസ്സാണ് ആണെങ്കിൽ അത് എത്തുന്ന ടെമ്പറേച്ചർ ഇവിടെ ആയിരിക്കും. സെക്ഷൻ 2 ടെമ്പറേച്ചർ ആയിരിക്കും. ആ ടെമ്പറേച്ചർ എന്താ? ആ ടെമ്പറേച്ചറാണ് TW. അപ്പോൾ TD1 > TW > TDP1 ആയിരിക്കും. TW1 1 റെസ്പോണ്ട്. അപ്പോൾ ആ TW വെറ്റ് ബൾബിൻ്റെ വാല്യൂ എപ്പോഴും ഡ്യൂ പോയിൻറ്റിൻ്റെയും ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെയും ഇടയിലായിരിക്കും. ഇനീഷ്യൽ കണ്ടീഷനിലുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെയും ആ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിൻ്റെയും ഇടയിലായിരിക്കും എപ്പോഴും അഡിയബാറ്റിക് സാച്ചുറേഷൻ പ്രോസസ്സിലൂടെ എത്തുന്ന ടെമ്പറേച്ചർ, അതായത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, തെർമോഡൈനാമിക് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അഡിയബാറ്റിക് സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ ഒരു ഹീറ്റ് ബാലൻസ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ സെക്ഷൻ 1 എന്താൽപ്പി H1, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി at 1 W1, മറ്റത് H2 W2. പിന്നെ നമ്മൾ സെൻസിബിൾ ഹീറ്റ് ഓഫ് വാട്ടർ അറ്റ് അഡിയബാറ്റിക് സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്താ? HFW ആണ്. കണ്ടോ? HFW ആണെന്ത്? സെൻസിബിൾ ഹീറ്റ് ഓഫ് വാട്ടർ അറ്റ് അഡിയബാറ്റിക് സാച്ചുറേഷൻ ടെമ്പറേച്ചർ. അഡിയബാറ്റിക് സാച്ചുറേഷൻ ടെമ്പറേച്ചറിൽ, അതായത് TW കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ പിന്നെ എന്ത് TW കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ വാട്ടറിൻ്റെ സെൻസിബിൾ ഹീറ്റ്, ഈ ആഡ് ചെയ്യുന്ന വാട്ടറിൻ്റെ സെൻസിബിൾ ഹീറ്റ് HFW കറസ്പോണ്ടിങ് ടു TW ആണ്. അപ്പോൾ നമുക്കറിയാം ബാലൻസിങ് ഓഫ് എൻതാൽപ്പി അറിയാമല്ലോ. എൻട്രി
ഇൻലെറ്റ് എൻതാൽപ്പി ഷുഡ് ബി ഈക്വൽ ടു ഔട്ട്ലെറ്റ്. അതാണ് ബാലൻസിങ്, ഔട്ട്ലെറ്റ് എൻതാൽപ്പി. ഇപ്പം ഇൻലെറ്റ് എൻതാൽപ്പി എന്താ, സെക്ഷൻ 1ലും ഈ മേക്കപ്പ് ഫീൽഡും ഇത് ഇൻലെറ്റാണ്, ഇതും ഇൻലെറ്റാണ്, ഇതാണ് ഔട്ട്ലെറ്റ്, 2 ആണ് ഔട്ട്ലെറ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, H1 എൻതാൽപ്പി, ടോട്ടൽ എൻതാൽപ്പി പ്ലസ് HFW ഈസ് ഈക്വൽ ടു H2 എന്നല്ലേ. പക്ഷേ HFW എന്നുള്ളത് വാട്ടർ അല്ലേ, മോയ്സ്ചർ അല്ലല്ലോ. വാട്ടർ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ എമൗണ്ട് W2 മൈനസ് W1 ആണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ആണ്, W2 മൈനസ് W1. HFW നമ്മൾ വാട്ടറിൻ്റെ എൻതാൽപ്പിയാണ്, ഇത് മോയ്സ്ചറിൻ്റെ എൻതാൽപ്പിയാണ്, ഇതും മോയ്സ്ചറിൻ്റെ എൻതാൽപ്പിയാണ്. പക്ഷേ ഇത് വാട്ടറിൻ്റെ എൻതാൽപ്പിയാണ്. വാട്ടറിൻ്റെ എൻതാൽപ്പി നമ്മൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ അല്ല, അതിനെ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ, ഇത് രണ്ടും പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയറിലാണ്, ഇത് പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയറിലാണ്, ഇതും പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയറിലാണ്. ഇതിനെ നമുക്ക് പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആക്കാൻ W2 മൈനസ് W1 എന്നില്ല എമൗണ്ട് ഉണ്ട്, അതിൻ്റെ എമൗണ്ട് അതല്ലേ W2 മൈനസ് W1, അങ്ങനെ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ H1 പ്ലസ് W2 മൈനസ് W1 HFW എന്നുള്ളത് H2 ആയി. അല്ലെങ്കിൽ H1 മൈനസ് W1 HFW ഈസ് ഈക്വൽ ടു H2 പ്ലസ് മൈനസ് W2 ഇൻറ്റു HFW എന്നായില്ലേ. ഇതിൽ H1 നമുക്ക് H1 HA1 പ്ലസ് W1 HS1 സൂപ്പറേറ്റഡ് വേപ്പറിലെ ഇത്, വേപ്പർ എപ്പോഴും സൂപ്പറേറ്റഡ്, അതാണ് ഈ ഡ്രൈ എയർ പ്ലസ് സൂപ്പറേറ്റഡ് വേപ്പർ, അത് ഇൻറ്റു W1 ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ എഴുതാം. അതേപോലെ H2 നമുക്ക് HA2 പ്ലസ് W2 HS2 എന്ന് എഴുതാം. ഇപ്പോൾ മൈനസ് W1 HFW ഉണ്ട്, മൈനസ് W2 HFW ഇവിടെ ഉണ്ട്, അങ്ങനെ എഴുതും. അപ്പോൾ ഇതെന്താണ്, HA1 എന്ന് വെച്ചാൽ എൻതാൽപ്പി ഓഫ് 1 കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ അറ്റ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ TD1. HSW എന്ന് വെച്ചാൽ എൻതാൽപ്പി ഓഫ് സൂപ്പറേറ്റഡ് വേപ്പർ അറ്റ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ TD1 പെർ കിലോഗ്രാം ഓഫ് വേപ്പറാണ്, അതിനെ ഡ്രൈ എയർ ആക്കാൻ ഇൻറ്റു W1 എഴുതും. അതേപോലെ HA2 എന്ന് വെച്ചാൽ എൻതാൽപ്പി ഓഫ് 1 കിലോഗ്രാം ഓഫ് എയർ അറ്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ TW ആണ്. HS2 എന്ന് വെച്ചാൽ എൻതാൽപ്പി ഓഫ് സാച്ചുറേറ്റഡ് വേപ്പർ അറ്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ TW പെർ കിലോഗ്രാം ഓഫ് വേപ്പർ ആണ്, അതിനെ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആക്കാനാണ് എന്ത് ചെയ്യുന്നത്, W2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വേപ്പറിന് വരുമ്പോൾ അതിനനുസരിച്ച് എപ്പോഴും നമ്മൾ W2 ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹ്യൂമിഡിറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. അതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ HA1 ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് W1 വരുന്ന ടേംസിൽ ഒന്നിച്ചാക്കാം. W1 ഈക്വൽ ടു HS1 മൈനസ് HFW അല്ലേ. എന്നിട്ട് ഞാൻ HA1 അപ്പുറത്തേക്ക് കൊണ്ടുപോയി, W2 എന്ന് വെച്ചാൽ HS2 മൈനസ് HFW, ബാക്കിയുള്ളത് ഇവിടെ HA2 ഉണ്ട്, അപ്പുറത്ത് നിന്ന് ഒരു HA1 ഉണ്ട്. ഓക്കെ, അപ്പോൾ W1 ഈക്വൽ ടു W2 ഇൻറ്റു HS2 മൈനസ് HFW പ്ലസ് HA2 മൈനസ് HA1 ബൈ HS1 ബൈ HS1 മൈനസ് HFW. ഈ ഇക്വേഷൻ കണ്ട എന്താണ് ഈ ഇക്വേഷൻ? ഈ ഇക്വേഷനിൽ എന്ത് നമുക്ക് കാണാൻ പറ്റും? നമുക്ക് ഒരു സെക്ഷനിലുള്ള ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ സെറ്റപ്പിൽ നമുക്ക് അളക്കാൻ പറ്റുന്നത് TD1ഉം TW അളക്കാം, ഡയറക്റ്റ് അളക്കാം, ടെമ്പറേച്ചർ തെർമോമീറ്റർ വെച്ചിട്ട് അളക്കാം. ഓക്കെ, എൻതാൽപ്പി H1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, H1 എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യാം, H2 ബാക്കിയൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് W2 വെച്ചാൽ മാക്സിമം ഇതല്ലേ, എന്താണ് W2 വെച്ചാൽ എന്താണ് W2 എന്താ,
ഹ്യൂമിഡിറ്റി റേഷ്യോ സെക്കൻഡ് സെക്ഷനിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ വെച്ചാൽ മാക്സിമം വാല്യൂ ഓഫ് ഹ്യൂമിഡിറ്റി റേഷ്യോ ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ഹ്യൂമിഡിറ്റി റേഷ്യോ പിന്നെ HS2, HFW, HA2, H1, HS1, HFW1 ഈ എൻതാൽപ്പി ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് W1 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ HS2, HFW ഒക്കെ എന്താണ്? ബേസ്ഡ് ഓൺ TW ആണ്. HS2 എന്ന് വെച്ചാൽ TWനെ ബേസ് ചെയ്തിട്ടാണ്. സെക്കൻഡ് സെക്ഷൻ വെച്ചാൽ ആ തെർമോഡൈനാമിക് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ ആ ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് HS2 കാണാം. HFW സ്റ്റീം ടേബിളിൽ നിന്ന് കിട്ടും. HA2 കിട്ടും. HA1 എന്ന് വെച്ചാൽ ഇനീഷ്യൽ TD1നെ ബേസ് ചെയ്തിട്ടാണ്. HS1 എന്ന് വെച്ചാൽ ഇനീഷ്യൽ TD1നെ ബേസ് ചെയ്തിട്ടാണ്. HF2 TWനെ ബേസ് ചെയ്തിട്ടാണ്. W2 എങ്ങനെ കാണാൻ പറ്റും? W2 എന്ന് വെച്ചാൽ 0.622 PS മൈനസ് PB മൈനസ് PT മൈനസ് PS അല്ലേ. മാക്സിമം സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലുള്ള ഇത് സാച്ചുറേഷൻ സ്റ്റേറ്റിലുള്ള ഇത് സാച്ചുറേറ്റഡ് അല്ലേ. W2 വെച്ചാൽ സാച്ചുറേറ്റഡ് കണ്ടീഷൻ അല്ലേ. അപ്പോൾ സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷർ ഇത് രണ്ട് സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷർ കറസ്പോണ്ടിങ് ടു എനി ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, സ്റ്റീം ടേബിളിൽ നിന്ന് കിട്ടും. അങ്ങനെ W2 കിട്ടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം എന്ന് വെച്ചാൽ W1 ആയിരുന്നു. കാരണം W1 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ W1 കാൽക്കുലേറ്റ് 0.622 PB/PT മൈനസ് PB1. ഈ PB വെച്ചാൽ വേപ്പർ പ്രഷർ കറസ്പോണ്ടിങ് ടു ദാറ്റ് PB കറസ്പോണ്ടിങ് ടു TD1 ഒരു ട്രൈബൽ ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള PB. പക്ഷേ ഈ PB നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമുക്ക് ബാരോമെട്രിക് പ്രഷറേ മെഷർ ചെയ്യാൻ പറ്റൂ. ഡ്രൈ എയറിൻ്റെ പ്രഷറും പിന്നെ വേപ്പറിൻ്റെ പ്രഷറും സം ചെയ്താൽ ബാരോമെട്രിക് പ്രഷറായി. പക്ഷേ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അളക്കാൻ പറ്റില്ല. അപ്പോൾ PB നമുക്ക് ഡയറക്റ്റ് കിട്ടൂല. പക്ഷേ PS ഇത് സ്റ്റീം ടേബിളിൽ നിന്ന് കിട്ടും. സാച്ചുറേറ്റഡ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് സ്റ്റീം ടേബിളിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ W2 കിട്ടും. പക്ഷേ W1 കിട്ടൂല. W1 കിട്ടാത്തത് കൊണ്ട് എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് അഡിയബാറ്റിക് സാച്ചുറേഷൻ ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ TW കിട്ടിക്കഴിഞ്ഞാൽ W1 ഈ ഇക്വേഷൻ വെച്ചിട്ട് കാണാം. മനസ്സിലായോ? അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഏതിൻ്റെ? അഡിയബാറ്റിക് സാച്ചുറേഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ തെർമോഡൈനാമിക് വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇത്രയും കോംപ്ലക്സ് ആണ് കാര്യം. ഈ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചു. നമ്മൾ PB കാണാൻ വേറൊരു മെത്തേഡ് ഉണ്ടെന്ന് പഠിച്ചു. ഏത്? കാരിയർ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PB കാണാം. PB കാണാനുള്ള ഇക്വേഷൻ അല്ലേ കാരിയർ ഇക്വേഷൻ. PB കിട്ടിയാൽ W1 കിട്ടും. കാരണം 0.622 PB/PT മൈനസ് PB ചെയ്താൽ W1 കിട്ടും. അപ്പോൾ ഇതൊരു സിമ്പിളർ മെത്തേഡാണ്. ഇതൊരു എംപിരിക്കൽ റിലേഷൻ. ഇതാണ് ആക്ച്വൽ മെത്തേഡ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിളർ മെത്തേഡ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളർ മെത്തേഡ്. ഓക്കെ. അപ്പോൾ ഈ PB കാണാൻ നമ്മൾ കാരിയർ ഇക്വേഷൻ കണ്ടത്. ഓക്കെ. ഈ PB കാണാൻ നമ്മൾ ഒരു ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നു. അതാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. തെർമോഡൈനാമിക് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അല്ല, വെറും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്തിനാണ് കാണുന്നത് വെച്ചാൽ PB ആണ്. അപ്പോൾ ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്താണ് സംഭവം? വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഒരു തെർമോമീറ്റർ ഉണ്ടാവും. ആ തെർമോമീറ്ററിന് ഒരു ബൾബ് ഉണ്ടാവും. ഇതിന് ചുറ്റും ഒരു കോട്ടൺ വിക്ക്, ഒരു നനഞ്ഞ വെറ്റ് വിക്ക് പൊതിഞ്ഞിട്ടുണ്ടാവും. ആ വെറ്റ് വിക്കിന് കറസ്പോണ്ടിങ് വെറ്റ് വിക്ക് വെച്ചിട്ടാകുമ്പോൾ ഉള്ള ടെമ്പറേച്ചറാണ്. ഈ വെറ്റ് വിക്ക് എന്താ ചെയ്യുന്നത്? ചുറ്റും ഫ്ലോ ചെയ്യുന്ന എയർ ഉണ്ടല്ലോ, എയറിന്ന് വെറ്റ് വിക്ക് ഹീറ്റ് അബ്സോർവ് ചെയ്യും, അബ്സോർവ് ചെയ്യും. എന്നിട്ട് ഈ വെറ്റ് വിക്കിന്ന് എന്ത് സംഭവിക്കും? ഇവാപ്രേഷൻ, വാട്ടർ, ഇത് എയറാണ്. ഇതിന് ഈ ഗ്രീൻ എന്ന് പറയുന്നത് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുന്നു. ഈ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് ഈ എയറിനെ സാച്ചുറേറ്റഡ് ആക്കും. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഇനീഷ്യൽ ടെമ്പറേച്ചറിന് കുറച്ച് ഡ്രോപ്പ് ആവും. അത് നമ്മൾ ഈ അഡിയബാറ്റിക് സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്നുള്ള ആ സെറ്റപ്പിൻ്റെ ഒരു ചെറിയ മോഡലാണ്. അപ്പോൾ അതൊരു സിംപ്ലർ മോഡലാണത്. നമ്മൾ ആ സംഭവം തന്നെയാണ്, പക്ഷേ അതിനൊരു ഒരു ഈസി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ്. അതുകൊണ്ടാണ് നമ്മൾ WBT എന്നുള്ള ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? WBT കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഹ്യൂമിഡിറ്റി റേഷ്യോയിലൊക്കെ എത്താൻ പറ്റും. മനസ്സിലായോ?
മനസ്സിലായോ? അതാണ് WBT കാണാനുള്ള ഒരു കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ഒന്ന് ടെക്സ്റ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, വേണമെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഓക്കെ, താങ്ക് യു.